തിരുവോണ ദിവസം ഞാൻ ഇത് എന്റെ വീട്ടിലാണ് ഉള്ളത്. കിങ്ങിണി വീട്ടിലില്ലേ, കിങ്ങിണി അവളെ അച്ഛന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ തിരുവോണ ദിവസം. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഇതാ പൂവിടേണ്ട തയ്യാറെടുപ്പിലാണ്. ഇവിടെ കുറച്ച് പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്നലെ ഏട്ടന്റെ വീട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ എത്ര പൂവുള്ളതെന്ന്. അപ്പൊ വന്നപ്പോ കണ്ടത് ഇത് എത്ര മാത്രമേ പൂ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് പൂക്കളെല്ലാം പറിച്ചിട്ട് ചപ്പൊക്കെ പറിച്ചിട്ട് അതിനൊക്കെ മുറിച്ചിട്ടിട്ട് ഇതാ സിമ്പിൾ ആയിട്ടൊരു പൂക്കൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് എന്റെ കയ്യിലുള്ള പൂക്കൾ വെച്ചിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു പൂക്കൾ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് വലിയ പൂക്കളൊക്കെ ഒരുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ കയ്യിൽ പൂവില്ലാത്തതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയ പൂക്കളം ഒരുക്കിയ. അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ വെച്ചിട്ട് കയ്യിലുള്ള പൂവൊക്കെ വെച്ചിട്ട് ഞാൻ സിമ്പിൾ ഒരു പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം നേരെ കിച്ചണിലേക്ക് വിട്ടെ. അപ്പൊ അമ്മ കിച്ചണിൽ ഓരോ ഐറ്റം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അതിനിടയിൽ ഇതാ ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴേക്കും. പിന്നെ ഇതാ നമ്മള് നല്ല ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നെ. അതായത് ആദ്യമായിട്ടാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എങ്ങനെ ഉണ്ടാവോ ഇല്ലയോ എന്നറിയാം, പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ കൂട്ടുകാരി ഉണ്ടാക്കി, അവിയലുണ്ടാക്കി, പപ്പടം ഉണ്ടാക്കി, വറവുണ്ടാക്കി, പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ 2 തരം അച്ചാർ ഉണ്ടായിരുന്നു. ചേന അച്ചാറും ബീട്രൂട്ട് അച്ചാറും. ഈ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും അമ്മയും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊരു സദ്യ ഒരുക്കിയതാണ്. അതായത് കുറച്ച് ഐറ്റംസ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു സദ്യ ആക്കിയതാണ്. പിന്നെ നമ്മളെ കണ്ണൂർക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, നമ്മൾ എന്ത് ഫെസ്റ്റിവലിന് നമ്മൾ എന്ത് സദ്യക്ക് നോൺ വെജ് ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചിക്കൻ കറി ആക്കിയത്. പിന്നെ നമ്മൾ ഇന്ന് പായസം വെച്ചില്ല, കാരണം ഇന്നലെ പാലട പായസം വെച്ചായിരുന്നേ. അപ്പോൾ അതെന്തായാലും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച് വേറെ പായസം ഒന്നും വെക്കണ്ട, ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ് ഇന്ന് ചെയ്ത്. ഇങ്ങനെ ഓരോ ആഘോഷങ്ങളെല്ലാം വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, വീട്ടിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് നല്ല രസമല്ലേ. അതെനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് എവിടെയൊക്കെ എത്തിയല്ലേ. ഓക്കെ, നമ്മുടെ തിരുവോണ ദിവസത്തെ നമ്മുടെ കുഞ്ഞു സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു കുഞ്ഞു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ രണ്ടാളും പോയിട്ട് ഇലയൊക്കെ പറിച്ച് വന്നേ. പിന്നെ എല്ലാം ഓരോന്നായിട്ട് ഇലയിൽ അങ്ങ് വിളമ്പിയേ. എനിക്ക് ബീട്രൂട്ട് പച്ചടി ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത്. നല്ല രസം ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പായസമൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ രണ്ടുപേരും ചേർന്ന് ചെറിയ രീതിയിൽ അങ്ങ് തിരുവോണം ആഘോഷിച്ച്. അപ്പൊ എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.